AD 404 റോമാക്കാരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എറിയുന്ന കൊളോസിയം. അവിടെ ഗ്ലാഡിയേറ്റർ ഗെയിംസ് നടക്കുകയാണ്. 80,000 സ്പെക്ടേറ്റേഴ്സാണ്. കൂട്ടത്തിൽ ഒരു പാവം സന്യാസി, സെയിൻറ്റ് ടെലമാക്കൂസ്. ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പറയുന്നു, ഇൻ നെയിം ഓഫ് ക്രൈസ്റ്റ് സ്റ്റോപ്പ്. ആരുകൾക്ക്? ഈ മനുഷ്യൻ ഗാലറി വിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ പരസ്പരം കൊല്ലാൻ നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് സ്റ്റോപ്പ്. ഗാലറി മുഴുവൻ നിശബ്ദമാകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അട്ടഘോഷത്തോടുകൂടി കല്ലെറിയാൻ തുടങ്ങി. അങ്ങനെ കല്ലുകളേറ്റ് ഈ മനുഷ്യനവിടെ പിടഞ്ഞു വീണ്ടും മരിക്കുന്നു. ഗാലറി വീണ്ടും നിശബ്ദമായി. പിന്നീട് കുറ്റബോധമായി. കല്ലുകൾ എറിഞ്ഞവർ ഓരോരുത്തരായിട്ട് ഗാലറി വിട്ടു. അവസാനം ഗാലറിയിൽ ആരും അവശേഷിക്കുന്നില്ല. വർഷങ്ങളോളം നീണ്ടു നിന്ന ഒരു കൊലക്കളിയുടെ അവസാന ദിനമായിരുന്നു അത്. ആയുധമെടുക്കാതെ പോരാടിയ ഒരു മനുഷ്യൻ്റെ സമരം. ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് സ്റ്റോപ്പ്. ഇന്നത്തെ ഗോസ്പലിൽ പത്രോസ് ഈശോയോട് ചുമ്മാ ഒരു ഡയലോഗ് പറയുന്നതല്ല, നിനക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണെന്ന്. ഈശോ പിടിക്കപ്പെടുമ്പോൾ പത്രോസ് പോരാടുന്നുണ്ട്, വാളെടുത്ത് പോരാടുന്നുണ്ട്. കാരണം പത്രോസിനെ സംബന്ധിച്ച് പോരാടി മരിക്കുന്നതാണ് ധീരത. അല്ലാതെ ഒരു കുറ്റവാളിയെപ്പോലെ നാണം കെട്ട ഒരു കുരിശുമരണത്തിന് പത്രോസ് ഒരുക്കമായിരുന്നില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ മരണം അതായിരുന്നു. അത് മനസ്സിലാക്കാൻ പത്രോസിന് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം വരെ കാത്തിരിക്കേണ്ടി വന്നു. സഭയുടെ ചരിത്രം നോക്കിയേ, കുരിശുയുദ്ധം വഴി സഭ ഒന്നും നേടിയിട്ടില്ല. കുരിശു മരണം വഴി നേടിയത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ലോകത്ത് നടക്കുന്ന ചോരക്കളികൾ അവസാനിപ്പിക്കാൻ ഇനിയും ആയുധമെടുക്കുന്നത് ഒരു സൊല്യൂഷനല്ല. എടുക്കേണ്ടത് നിശബ്ദമായ സമരങ്ങളാണ്. ക്രിസ്തീയ ജീവിതം അത് അടിവയ്ക്കാനുള്ളതല്ല, അടിയറ വയ്ക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അത് കുരിശു യുദ്ധമല്ല, അത് കുരിശു മരണമാണ് എന്ന് തിരിച്ചറിയുക.